டேய் டொமினிக்கு, யாரு சாமி நீங்க? என்னடா பண்ணி வச்சிருக்க? ஹார்ட்ஸ் ഓഫ് മാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സിനിമാ ചർച്ചകളിൽ സജീവമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേരാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഓണചിത്രമാണ് ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സിനിമ കണ്ടു വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഈ വേളയിൽ എനിക്ക് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സംവിധായകന്റെ പേര് ഡൊമിനിക് അരുൺ എന്നാണ്. പല ചർച്ചകളിലും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും ആ പേര് അധികം ഫെയിമായിട്ട് കണ്ടില്ല. ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അമ്മാതിരി വർക്കാണ് ആള് ചെയ്തു വെച്ചിട്ടുള്ളത്. പുള്ളിയുടെ 2ാമത്തെ പടമാണ്. ഫസ്റ്റ് പടം തരംഗാണ്. അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ടൊവിനോ ആയിരുന്നു നായകൻ. ഓക്കെ, ആളുടെ 2ാമത്തെ പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ പേര് ഓർത്തു വെച്ചോ. മലയാള സിനിമക്ക് ഒരു മുതൽക്കൂട്ടാന്ന് തന്നെ പറയാം. കിടിലൻ എന്ന് പറഞ്ഞ കിടിലൻ. ഏത് മേഖല എടുത്താലും ടോപ്പ് ലെവൽ പടം. അത് സ്റ്റോറി ആവട്ടെ, സ്ക്രീൻ പ്ലേ ആവട്ടെ, ഡയറക്ഷൻ, സൗണ്ടിനൊക്കെ എടുത്ത് പറയേണ്ടതാണ്. വേറെ ലെവൽ. അതുപോലെ തന്നെ ജെയ്ക്ക്, എന്റെ പൊന്നോ കത്തിജികയാണ്. മ്യൂസിക്, അതുപോലെ തന്നെ പെർഫോമൻസ്, അങ്ങനെ എല്ലാ മേഖല എടുത്താലും ടോപ്പ് ലെവലിൽ വെച്ചിട്ടുള്ള ഒരു 5 ചാപ്റ്ററുകളായിട്ട് വരുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള പല ഭയപ്പെടുത്തുന്ന കഥകൾ, മുത്തശ്ശി കഥ നമ്മൾ പറയുന്ന പോലെ അതിലെ പല ക്യാരക്ടേഴ്സിനെ പുതിയ കാലത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതില് പല ടൈപ്പ് ക്യാരക്ടേഴ്സ്, എല്ലാ അർത്ഥത്തിലും ഒരു പുതിയൊരു വേൾഡാണ്. സിനിമ കാണുമ്പോൾ നമുക്ക് മലയാള സിനിമയാണെന്ന് മലയാളം പറയുമ്പോൾ മനസ്സിലാവുന്നല്ലാതെ അത് ആർട്ടാണെങ്കിലും ബാംഗ്ലൂരാണ് മെയിൻ ലൊക്കേഷനൊക്കെ വന്നിട്ടുള്ളത്. അവിടെ നൈറ്റ് ഷോട്ടൊക്കെ പറഞ്ഞാല് വേറെ ലെവലാണ്. അത് സെറ്റ് ചെയ്ത് വെച്ചുള്ള കളർ ഗ്രേഡ്, എല്ലാ അർത്ഥത്തിലും ടോപ്പ് ലെവലായിട്ടുള്ള ഒരു പടം. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ള ഒരു സിനിമ അനുഭവം ഉണ്ടായിട്ടില്ല തന്നെ പറയാം. കാണാത്തവര് എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക. ഓക്കെ, നിങ്ങൾക്കൊരു കിഡിലൻ എക്സ്പീരിയൻസ് ഈ സിനിമ സമ്മാനിച്ചിരിക്കും, ഉറപ്പ്. ഓണം വെക്കേഷൻ ആണ്. നാട്ടിലൊക്കെ ടിക്കറ്റ് കിട്ടാനില്ലെന്ന് പറഞ്ഞത്. അത്രയും തിരക്കാണ് പടത്തിന്. ബോക്സ് ഓഫീസിൽ പഞ്ഞി കിട്ടുകൊണ്ടാണ് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണചിത്രങ്ങൾ ഓണം വിന്നറായിട്ട് തന്നെ. ഈ ഒരു സീരീസിന് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരണം നമ്മുടെ മലയാളത്തിൽ. നമ്മുടെ ഇൻഡസ്ട്രീനെ വേറെ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, നെക്സ്റ്റ് ലെവലിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രൂലി ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. കുറച്ച് പേരുകളോട് നിങ്ങളോട് പറയാണെങ്കിൽ, നമ്പർ 1 കല്യാണി പ്രിയദർശൻ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കേട്ടോ. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോ ആ ഒരു ക്യാരക്ടറിൽ മറ്റൊരാളെ തിങ്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു ഫിസിക് ആണെങ്കിലും ആക്ഷനിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും എല്ലാം ടോപ്പ് ലെവല്. ഇതിലൊരു വിന്റേജ് സോങ് വരുന്നുണ്ട്. അയ്യവ, അത് ആ ഒരു സീന് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മൂഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതില് ആ ഒരു കോസ്റ്റ്യൂമിൽ വരുമ്പോ ഉണ്ടല്ലോ, അടിപൊളി. പിന്നെ പറയാനുള്ളത് നെസ്ലൻ. സമീപകാലത്ത് നെസ്ലന്റെ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാം നല്ല കളക്ഷനും നല്ല അഭിപ്രായം വന്നിട്ടുള്ള പടങ്ങളാണ്. പ്രൈമലു മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. പ്രൈമലു, ജിംഖാന, ഇപ്പതാ ഇതും. പുള്ളിനെ വന്നു എന്നാൽ നമുക്ക് ചിരി വരും ചില സീനുകളൊക്കെ. അത് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു സീനാണെങ്കിൽ അടക്കം അതങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞൊരു പേരാണ് ചന്തു. നമ്മുടെ സലീമേട്ടന്റെ മകനാണ്. ആദ്യത്തെ പടം മഞ്ഞുമൽ ബോയ്സ് ആണ്. പിന്നെ 2ാമത് ചതിയൻ ചന്തു പടം ചെയ്ത് വില്ലനായിട്ട്. അതില് ആളുടെ ആ റോളിന് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തില് പുള്ളി അടിപൊളി. ചില എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് സലീം കുമാർ ആണെന്ന് തോന്നിപ്പോവും. അങ്ങനെ ചില സാധനങ്ങളൊക്കെ കയ്യിൽ നിന്നിട്ടുണ്ട്. അടിപൊളി. ആള് വരുന്ന സീനുകൾ അത്യാവശ്യം ഇരിക്കാണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി പടം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അർത്ഥത്തിലും അടിപൊളിയാണ്. ഓക്കെ, മസ്റ്റ് വാച്ച്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട്, ഞാൻ ഹൈലി റെക്കമെൻഡ് ആണ്. ഞാൻ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ പടത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോ മുന്നേ തുടരുവാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിക്കും മുകളില് അത് വേറെ, ഇത് വേറെ. ഓക്കെ, ഇതൊന്നും വേറെ ലെവല് സംഭവമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്.
നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുക, ഒരിക്കലും നിരാശരാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. 5 ചാപ്റ്ററായിട്ട് വരുന്നോണ്ട് തന്നെ ഇതൊരു ബേസ് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനിയാണ് കളികൾ. ഓക്കെ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ ആഡ് ആവാനുണ്ട്. നമ്മളുടെ പല സൂപ്പർ സ്റ്റാർസും ഒക്കെ ഇതിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ നല്ല പോലെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ വന്നിട്ടുള്ള ക്യാമിയോ റോൾസ് എനിക്ക് അവിടെ ചെറിയൊരു നെഗറ്റീവ് വന്നത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എക്സ്പെക്ട് ചെയ്ത ലെവൽക്ക് ആ ഒരു സാധനം ക്യാമിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ പാർട്ട് 2 ബെറ്റർ ആയിട്ട് വരും എന്നുള്ളത് പ്രതീക്ഷ ഉണ്ട്. അത് ചെറിയ നെഗറ്റീവ് ഉണ്ട്. അതെന്റെ ഒരു പ്രശ്നമായിരിക്കും. ഞാനൊരു എക്സ്പെക്ട് ചെയ്ത ലെവലുണ്ട്. ഈ ഒരു പടം ഇറങ്ങിയതിന് ശേഷം ഇതിങ്ങനെ വൈറലാവുകയും ഇങ്ങനെ ട്രെൻഡിങ് ആയപ്പോ നമ്മുടെ മനസ്സിലേക്ക് പല ചർച്ചകളൊക്കെ ആയിട്ട് വന്നപ്പോ നമുക്ക് ഇങ്ങനെ സാധനം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത വെച്ച് പോയതുകൊണ്ടായിരിക്കാം. ക്യാമിയോസ് റോളില് ടൊവിനോ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, ഞാനത് സ്പോയിലർ ഒന്നല്ല, ടൊവിനോ നൈസായി ചെയ്തിട്ടുണ്ട്. പിന്നെ റോളും കൂടി ഉണ്ട്, അത് എനിക്ക് അത്ര ഇതിൽ വന്നില്ല എന്നൊരു ഫീൽ ഉണ്ട്. പക്ഷെ പാർട്ട് 2 വരുമ്പോ അത് ഓക്കെ ആവും. അതുപോലെ തന്നെ ഇനിയും ഈ ഒരു എൻ്റെ ഒരു ആഗ്രഹമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലെ പല മുൻനിര നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അവരൊക്കെ ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. കാരണം അത്രയും സ്പേസിലൊരു വേൾഡാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിന് ആഡ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ യൂത്തിലാണെങ്കിലും അവരും എല്ലാം വന്നിട്ടൊരു ഈ മാർവലൊക്കെ പോലെ ഒരു സാധനം നമുക്കും വേണം, സെറ്റ് ചെയ്ത് തായോ. ഡൊമിനിക്കാരും താങ്കൾക്ക് തന്നെ സാധിക്കും, കാരണം താങ്കളെ തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇത്ര റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പടം ആദ്യമായിട്ടായിരിക്കും. 4.5 ഔട്ട് ഓഫ് 5 ആണ് ഈ പടത്തിന് വ്ലോഗ്സ് ഓഫ് JP റേറ്റ് ചെയ്യണത്. ഇതിനു മുമ്പ് നമ്മൾ ഏറ്റവും റേറ്റ് ചെയ്തിട്ടുള്ള പടം തുടരുവാണ്. ഓക്കെ, അപ്പൊ അത്രയും കിടിലം പടമാണ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അപ്പോ വീണ്ടും ഒരു കിടിലം പടത്തിന്റെ റിവ്യൂ ആയിട്ട് വരാൻ സാധിക്കട്ടെ. ബൈ ബൈ.